സദഖല്ലാഹു മൗലാന അലിയുൽ അസീം. ബഹുമാനമുള്ള അധ്യക്ഷൻ ഇസ്ഹാഖ് ഫൈളി അവറുകൾ, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായ മഹാന്മാരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഈ മഹത്താവുന്ന സദസ്സിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാർ, പ്രവർത്തകർ, ബഹുമാനമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയത്തിനെ ആസ്പദമാക്കിക്കൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക സംഘടനകളിൽപ്പെട്ട ഒരുപാട് പോഷക സംഘടനകളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാന പോഷക സംഘടനയാണ് SKSF അഥവാ ആദർശം അമാനത്താണ് എന്ന ഈ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നടത്തപ്പെടുന്ന ഒരു പരിപാടിയുടെ തുടർച്ചയാണ് ഇവിടെയും നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാനമുള്ളവരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അതിൻ്റെ ഗുണവും അതിൻ്റെ വിശുദ്ധിയൊക്കെ മനസ്സിലാക്കിയവരാണ് എല്ലാ ആളുകളും. ഈ സംഘടന ഏകദേശം 100 വർഷം തികഞ്ഞു. അതിൻ്റെ 100ാം വാർഷികം ഈ വരുന്ന 2026 വളരെ വിപുലമായ പരിപാടിയോടുകൂടി ആഘോഷിക്കപ്പെടുകയാണ്. അതിൻ്റെ സ്ഥലം നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. പല സ്ഥലങ്ങളും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള പല സ്ഥലങ്ങളും. തൃശ്ശൂർ ജില്ലയിൽ
അപ്പോൾ ഈ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ മാലിക് ഹിദാർ മസ്ജിദിനോട് ചേർന്ന് കിടക്കുന്ന അതിൻ്റെ അധീനത്തിലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പം അതൊരു ചരിത്രത്തിനോട് ബന്ധപ്പെട്ട ഒരു പശ്ചാത്തലം ഉണ്ടായതുകൊണ്ട് അത് ഏറെക്കുറെ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥലം പരിശോധിച്ചപ്പോൾ സ്ഥലം ഏറെക്കുറെ സമ്മേളനത്തിന് യോഗ്യമാണെങ്കിലും അവിടേക്കുള്ള വഴികൾ ചെറിയ ചെറിയ വഴികളായതുകൊണ്ടിട്ട് വഴി തടസ്സം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വേണ്ടാന്ന് വെച്ചു. പാലക്കാട് ജില്ലേൻ്റെ പല ഭാഗങ്ങളിലും നമ്മൾ അന്വേഷിച്ചു, പല സ്ഥലങ്ങളും പരിശോധിച്ചു. ഇപ്പം ഏറെക്കുറെ കാസർഗോഡ് ജില്ലയിൽ വളരെ സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് അവിടുത്തെ ഒരു പ്രമുഖനാവുന്ന ഒരാൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള ഏകദേശം ഒരു 100-150 ഏക്കറുകളെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവിടെയാണ് നടത്തേണ്ടത് എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. ഏതായാലും 2026 നടത്തപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കൂടിയ എല്ലാവരോടും പറയാനുള്ളത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഏകദേശം 14ഓളം പോഷക സംഘടനകളുണ്ട്. ഓരോ പോഷക സംഘടനകൾക്കും 5, 6, 4, 3 ഒക്കെ ഉപസംഘടനകളും ഉണ്ട്. അപ്പോൾ ഈ എല്ലാ സംഘടനകൾക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരും അതിൻ്റെ പ്രവർത്തകരും അനുഭാവികളൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം ഒരു ചരിത്ര സംഭവമാക്കാൻ നിങ്ങളെല്ലാവരും സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നാണ് ആദ്യമായി ഇവിടെ കൂടിയ നിങ്ങളോടൊക്കെ ഉണർത്താറുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന ഈ പ്രസ്ഥാനം അത് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ ഇവിടെ കൈകാര്യം ചെയ്ത വിശുദ്ധമാവുന്ന ദീൻ, അതാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള സർവ്വ അമ്പിയാക്കന്മാരും ഇവിടെ പ്രബോധനം ചെയ്തത് അടിസ്ഥാനപരമായി വിശുദ്ധമാവുന്നതായ ഇസ്ലാം ദീനിനാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം വറദീതു ലക്കുമുൽ ഇസ്ലാം. അപ്പോൾ അള്ളാഹു അംഗീകരിക്കുകയും അള്ളാഹു തൃപ്തിപ്പെടുകയും ചെയ്ത ദീൻ മഹാനാവുന്ന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ തന്നെ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ ഇവിടെ പ്രബോധനം നടത്തിയത് ഈ വിശുദ്ധമാവുന്ന ദീനിൻ്റെ പ്രബോധനങ്ങളാണ് അവർ നടത്തിയത്. അങ്ങനെ ഒരുപാട് അമ്പിയാക്കന്മാരിവിടെ കഴിഞ്ഞു പോയി. ഈ അമ്പിയാക്കന്മാർക്കൊക്കെ പ്രത്യേകം ശരീഅത്തുകൾ ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ ഒരു നബിൻ്റെ ശരീഅത്ത് തന്നെ ആയിരിക്കും മറ്റു ചില നബിമാർക്കും. പക്ഷേ ഈ ശരീഅത്തുകളുടെയൊക്കെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ അത് പ്രത്യേകമാവുന്ന കാലങ്ങളും അവധികളൊക്കെ ഉണ്ടായിരുന്നു. അത് ആ അവധിക്ക് ശേഷം അതിന് ദുർബലപ്പെടുത്തപ്പെടും. ഇപ്പോൾ മഹാന്മാരാവുന്ന പല അമ്പിയാക്കന്മാരുടെയും ശരീഅത്തുകൾ അവരൊക്കെ അടിസ്ഥാനപരമായി വിശുദ്ധമാവുന്ന ഇസ്ലാം ദീനിൻ്റെ പ്രബോധകരാണ്. അതോടൊപ്പം അവരുടെ ആ കാലഘട്ടത്തിന് പ്രായോഗികമാവുന്ന, അന്നത്തെ ജനങ്ങൾക്ക് പ്രായോഗികമാവുന്ന പ്രത്യേക ശരീഅത്തുകൾ അല്ലാഹു നൽകി. അത് ഒന്നിരിക്കൽ ആ നബിയുടെ കാലഘട്ടത്തിന് ശേഷം കുറഞ്ഞ കാലം കൂടി ചിലപ്പോൾ നീണ്ടു നിൽക്കാം. ചിലപ്പോൾ ആ നബിയുടെ വഫാത്തോടു കൂടി അതിനെ ദുർബലപ്പെടുത്തപ്പെടുകയും ചെയ്യും. ഇപ്പം മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ശരീഅത്ത് തന്നെ അത് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ശരീഅത്ത് വരലോട് കൂടി അതിനെ ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ? അതല്ല, റസൂലുള്ളാഹിൻ്റെ ശരീഅത്തോടു കൂടിയാണ് അതിനെ ദുർബലപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടഭിപ്രായം. അപ്പോൾ ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്തോടു കൂടി അവിടെ മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാരിലേക്ക് അല്ലാഹു അവതരിപ്പിച്ചതായ ശരീഅത്തുകളൊക്കെ ദുർബലമാക്കപ്പെട്ടു. ആ ശരീഅത്തുകൾക്കൊന്നും പിന്നെ പ്രസക്തിയില്ല. ഏത് കാലഘട്ടത്തിലും കാലികമാവുന്ന
പൂർണ്ണമായ ഒരു ശരീഅത്തിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ മറ്റുള്ള അമ്പിയാക്കന്മാരുടെ ആ തുടർച്ച അഥവാ വിശുദ്ധമാവുന്ന ദീനിൻ്റെ പ്രബോധനം, അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ അവരൊക്കെ ഒരേ ഒരു ആശയക്കാരായിരുന്നു. അൽ അംബിയാവു ഔലാദു അല്ലാത്ത്. അമ്പിയാക്കന്മാർ അവരടിസ്ഥാനപരമായി ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. എല്ലാവരും അള്ളാഹു വാഹിദാണെന്ന്, അള്ളാഹു ഏകനാണെന്ന് ഇവിടെ പ്രചരിപ്പിച്ചു. നിയോഗിക്കപ്പെടുന്ന പ്രവാചകൻ അള്ളാഹുവിൻ്റെ നബിയാണ്, അള്ളാഹുവിൻ്റെ റസൂലാണ്. മരണം, മരണാന്തര ജീവിതം, ഖബറിലെ ചോദ്യം, സ്വർഗം, നരകം, ഇങ്ങനത്തെ അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ എല്ലാ അമ്പിയാക്കന്മാരും ഇവിടെ പ്രബോധനം ചെയ്തതാണ്. അതാണ് വിശുദ്ധമാവുന്ന ദീൻ. പക്ഷേ അവർക്കൊക്കെ ഒലിക്കുല്ലി ജഅൽനാ ശിർഅത്തൻ വ മിൻഹാജ, പലർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പല ശരീഅത്തുകളും നൽകി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവോടുകൂടി മുൻകഴിഞ്ഞ സർവ്വ ശരീഅത്തുകളെയും ദുർബലമാക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വതമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖൻ വ അദ്ല, വളരെ പൂർണ്ണമാവുന്നതായ ഒരു ശരീഅത്താണ് നബിയെ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. അത് വളരെ സത്യമാവുന്നതായ ശരീഅത്താണ്. അത് പൂർണ്ണമായും നീതിയുള്ളതായ ഒരു ശരീഅത്താണ്. അത് ഏത് കാലഘട്ടത്തിലും അത് കാലികമാണ്, പ്രായോഗികമാണ്. അതിനെ പിന്നെ ഏതെങ്കിലും നിലക്കുള്ള വിമർശനത്തിന് വിധേയമാക്കേണ്ട ഒരാവശ്യമില്ല. വിമർശകർക്ക് വിമർശിക്കാം, അതങ്ങനെയല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞു, ഖാലു വസൗത വറസൂലുള്ളാഹി മാ ബുഇസു ലിഖത്ലി നഫ്സിൻ വമാ ജാഉ ലിസഫ്കി ദമീന. റസൂലുള്ളാഹിനെ പറ്റി വിമർശകർ പറഞ്ഞു, വസൗത, നബിയെ തങ്ങൾ ഒരു യുദ്ധക്കൊതിയനാണ്. നബിയെ പറ്റി യുദ്ധക്കൊതിയനാണെന്ന് പറഞ്ഞു. അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അങ്ങനെ വിമർശിക്കപ്പെടുന്നില്ല. റസൂലുള്ളാഹി മാ ബുഇസു ലിഖത്ലി നഫ്സിൻ വമാ ജാഉ ലിസഫ്കി ദമീന. അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരെ അള്ളാഹു നിയോഗിച്ചത് ഇവിടെ രക്തച്ചൊരിച്ചിലുണ്ടാക്കാനോ ആരെങ്കിലും വധിക്കപ്പെടാനോ അതൊന്നുമല്ല. അതിനുവേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരെ ഇവിടെ നിയോഗിച്ചിട്ടില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരെ ഇവിടെ നിയോഗിച്ചത് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ യുദ്ധം കൊണ്ട് മുഖേന ആരെങ്കിലും വധിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും അക്രമ സ്വഭാവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയൊന്നുമല്ല. സർവ്വ അമ്പിയാക്കന്മാരും വളരെ വിശുദ്ധമാവുന്നതായ ദൗത്യങ്ങളും ദഅവത്തുകളുമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇവിടെ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അമ്പിയാക്കന്മാർ ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെ സൗഹാർദ്ദം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അമ്പിയാക്കന്മാർ ശ്രമിച്ചിട്ടുള്ളത്. അവർ മനുഷ്യൻ്റെ എല്ലാ നിലക്കുള്ള പുരോഗതിക്ക് വേണ്ടിയാണ് അമ്പിയാക്കന്മാർ ഇവിടെ പ്രവർത്തിച്ചത്. അതാണല്ലോ ദീൻ എന്ന് പറഞ്ഞാൽ. വദഉൻ ഇലാഹിയുന്ന, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ പ്രത്യേകമാവുന്നതായ ഒരു ദിശയാണ്. അത് മനുഷ്യരെ അവർക്ക് എല്ലാ നിലക്കും ഇലാമാവ ഖൈറുൻ ലഹും ബിദ്ദാത്ത്, എല്ലാ നിലക്കും ഉത്തമമാവുന്നതായ ഒരു മാർഗത്തിലേക്ക് ജനങ്ങളെ സായിഖുൽ ലിദവിൽ ഉഖൂൽ, ബുദ്ധിയുള്ള ആളുകളെ അവർക്ക് ഇലാമാവുക ഖൈറുൻ ലഹും ബിദ്ദാത്ത്, എല്ലാ നിലക്കും ഉത്തമമാവുന്നതായ ഒരു മാർഗത്തിലേക്കാണ് വിശുദ്ധമാവുന്ന ദീൻ ജനങ്ങളെ ക്ഷണിക്കുക. അപ്പം എല്ലാ നിലക്കുള്ള ഗുണത്തിലേക്ക് മാത്രം ക്ഷണിക്കാനാണ് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ ഇവിടെ വന്നത്. ഏതെങ്കിലും നിലക്ക് ഇവിടെ മനുഷ്യർക്ക് എന്തെങ്കിലും നിലക്കുള്ളതായ ഷർറ് ഉണ്ടാവുന്ന സംഗതികളെ തൊട്ട് മനുഷ്യന്മാരെ നിയന്ത്രിക്കാനും അവരെ തടുത്തു നിർത്താനും അത് ഷർറാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുമാണ് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചുള്ളത്. ഇത് എല്ലാവർക്കും അറിയാം. പക്ഷെ വിമർശകരുണ്ടാവും. എല്ലാ അമ്പിയാക്കന്മാരും ഇവിടെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ അമ്പിയാക്കന്മാരും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ ആ ഉത്തമമാവുന്ന ദൗത്യം, ആ ദൗത്യത്തിനെതിരിൽ പല നിലക്കുള്ളതായ വിമർശനങ്ങളും പ്രതിരോധങ്ങളും പല ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചാൽ ഇതിനെപ്പറ്റി പലതും പറഞ്ഞു. ആ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ് കാലു വസൗത്താരി, യുദ്ധക്കൊതിയനാണ്. നബി ഒരു കവിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. നബി ഒരു ഭ്രാന്തനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു.
ഇങ്ങനെ പല ആക്ഷേപങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളൊക്കെ വിശുദ്ധമാവുന്ന ദീനിൻ്റെ പ്രചരണമായിട്ട് ആര് മുന്നിലുണ്ടോ അവർക്കതുണ്ടായിക്കൊണ്ടേയിരിക്കും. അത് സ്വാഭാവികമാണ്. അങ്ങനെ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ ഇവിടെ പ്രബോധനം ചെയ്ത ഈ വിശുദ്ധമാവുന്ന ദീൻ, അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിവിടെ നടത്തിയത്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ ഈ പറഞ്ഞ സ്വഭാവത്തിലുള്ള ഒരു ശരീഅത്ത്, ആ ശരീഅത്ത് അല്ലാഹുവിൻ്റെ റസൂലിലേക്ക് അവതരിപ്പിച്ചു. അതിനവിടെ എതിർക്കാൻ പലരുണ്ടാവും, നിരീശ്വരവാദികളുണ്ടാവും, യുക്തിവാദികളുണ്ടാവും, പലരും ശരീഅത്തിനെ എതിർക്കുന്നവരുണ്ടാവും. അവർക്ക് ദഹിക്കൂല, അവർക്ക് പ്രത്യേകമാകുന്ന മാനദണ്ഡങ്ങളൊന്നുമില്ല. നമ്മളെപ്പോഴും നമുക്ക് പ്രത്യേക മാനദണ്ഡത്തിൻ്റെ ഉള്ളിൽ നിന്നും കൊണ്ടേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് ചില അതിർവരമ്പുകളുണ്ട്. അപ്പം അങ്ങനെ ശരീഅത്തിന് എതിരിൽ വരുന്നതായ പല അപശബ്ദങ്ങളും പല വിമർശനങ്ങളൊക്കെ ഇവിടെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിക്കൊണ്ടേക്കും. മുമ്പൊക്കെ ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മഹാന്മാരാവുന്ന അയിമ്മത്ത് രേഖപ്പെടുത്തിയതുപോലെ ഹിജ്റ 2020 ശേഷം ഹിജ്റ 220 വരെയുള്ള കാലഘട്ടത്തിൽ ഉള്ള ജനങ്ങളെ, ആ കാലഘട്ടത്തിലുള്ള ജനങ്ങളെ അവർ വിശ്വാസയോഗ്യരായിരുന്നു, അവർ കളവ് പറയാത്തവരായിരുന്നു, എല്ലാ നിലക്കും വിശ്വസിക്കാം. കാരണം നബി വിശേഷിപ്പിച്ചതും അങ്ങനെ തന്നെ. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന. 2 or 3 നൂറ്റാണ്ട് അല്ലെങ്കിൽ 4 നൂറ്റാണ്ട് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നൂറ്റാണ്ടിൽ ജീവിച്ചതായ അയിമ്മത്ത് മശായിഖിനെ പരിചയപ്പെടുത്തിയത് അവർ ഉത്തമരാണെന്നാണ്. അപ്പോൾ ആ നൂറ്റാണ്ടിന് ശേഷം പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ റഫഅത്തിൽ മുഅ്തസിലത്തു റൂസഅ, പുതിയ ഇവിടെ ബിദ്ഈ പ്രസ്ഥാനങ്ങൾ പലരും ഇവിടെ കടന്നു വരാൻ തുടങ്ങി. അപ്പോൾ അത് അങ്ങനെ തുടങ്ങിയത് ഏത് കാലഘട്ടത്തിലും ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷെ അതിനെ പ്രതിരോധിക്കാൻ ഓരോ കാലഘട്ടത്തിലും ശക്തന്മാരാവുന്നതായ ഒരു വലിയ നിലവിടെ ഉണ്ടായിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ സഹാബത്ത് മതിയായിരുന്നു, സഹാബത്തിൽ നിന്നുള്ള ഒരാളെ തന്നെ മതിയായിരുന്നു. അതുകൊണ്ടാണല്ലോ അസ്ഹാബീക നുജൂം ബിഅയ്യിഹിം യഖ്തദൈതും ബിഹ്തദൈതും, ഒരാൾ അവരുടെ നക്ഷത്രങ്ങളെ പോലെയാണ്. അവരിൽ നിന്ന് ബിഅയ്യിഹിം യഖ്തദൈതും ബിഹ്തദൈതും, ആരോട് പിൻപറ്റിയാലും നിങ്ങൾ ഹിദായത്തിലേക്ക് നടത്തുക. സഹാബത്തിലേക്ക് മദ്ഹബുകൾ ഉണ്ടായിരുന്നു, പല സഹാബത്തിലേക്കും പല മദ്ഹബുകൾ ഉണ്ടായിരുന്നു. മദ്ഹബ് എന്നുള്ളത് മഹാന്മാരാവുന്ന അയിമ്മത്ത് മുജ്തഹിദീങ്ങളുടെ കാലഘട്ടം മുതൽ തുടങ്ങുന്നതല്ല. അത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിന് ശേഷം മഹാന്മാരാവുന്ന സഹാബത്തിൽ നിന്നുള്ള പലരും മുജ്തഹിദീങ്ങളുണ്ടായിരുന്നു, മുജ്തഹിദീങ്ങളല്ലാത്തവരുണ്ടായിരുന്നു. മുജ്തഹിദീങ്ങളല്ലാത്ത പലരും ചിലർ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബിനോട് പിൻപറ്റി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബിനോട് പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വ്യക്തമായി പറയപ്പെട്ട കാര്യങ്ങളിൽ ഒരു ഇമാമിൻ്റെ മദ്ഹബ് പിൻപറ്റേണ്ട ആവശ്യമില്ല. അപ്പം വ്യക്തമായി പറയപ്പെടാത്തത്, അവ്യക്തമായി പറയപ്പെടുന്നതോ അല്ലെങ്കിൽ വ്യംഗ്യമായി പറയപ്പെടുന്നതോ അല്ലെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കപ്പെട്ട ആശയങ്ങളോ അത് മനസ്സിലാക്കി തരാൻ പറ്റുന്നതായ അയിമ്മത്ത് മുജ്തഹിദീങ്ങൾ ആവശ്യമാണ്. ഈ അയിമ്മത്ത് മുജ്തഹിദീങ്ങൾ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതാണ് പലരും ചിലർ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബിനോട് പിൻപറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവാത്ത സംഗതികൾ വിശുദ്ധ ഖുർആനിൽ മനസ്സിലാക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയതനുസരിച്ച് പറഞ്ഞു കൊടുത്തു. അതാണ് ചില ആളുകൾ സ്വീകരിച്ചത്. ചിലർ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബിനോട് പിൻപറ്റി, ചിലർ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പിൻപറ്റി, ചിലർ അലി റളിയല്ലാഹു അൻഹുവിനെ പിൻപറ്റി, ചിലർ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളെ പിൻപറ്റി, ചിലർ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ പിൻപറ്റി, ചിലർ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളെ പിൻപറ്റി. അങ്ങനെ സഹാബത്തിൻ്റെ കൂട്ടത്തിൽ നിന്നുള്ള മുജ്തഹിദീങ്ങളാവുന്ന ഇമാമിയങ്ങൾ, ആ ഇമാമിയങ്ങളെ പിൻപറ്റണ സ്വഭാവമായിരുന്നു റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിന് ശേഷം. റസൂലുള്ളാഹിൻ്റെ വഫാത്തിൻ്റെ ശേഷം റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും റസൂലുള്ളാഹിനോട് ചോദിക്കാം. അപ്പം അതുകൊണ്ടാണ് ഫസ്അലു അഹ്ല ദിക്ർ, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും തന്നെയാണ് നമ്മളൊക്കെ മാനദണ്ഡം.
പക്ഷേ വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും സംഗതികൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് ഭാഷ അറിഞ്ഞതുകൊണ്ട് മാത്രം കഴിയൂല. ഭാഷയിൽ അറബി ഭാഷ വലിയ പണ്ഡിറ്റായി തീർക്കുക. ആ കാലഘട്ടത്തിലുള്ള ആളുകൾ വലിയ അറബി ഭാഷ അറിയുന്ന ആളുകളില്ലേന്നോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ അന്ന് ഭാഷ നന്നായി അറിയാവർക്ക്. ഭാഷയിലുള്ളതായ വലിയ അതിൻ്റെ ഏറ്റവും അധികം അതിൻ്റെ സാഹിത്യം, അതിൻ്റെ ഫസാഹത്ത്, ബലാഗത്തൊക്കെ അനുസരിച്ചു കൊണ്ടായിരുന്നു അവരൊക്കെ സംസാരിച്ചത്. അപ്പോൾ ഭാഷ അറിഞ്ഞതുകൊണ്ട് വിശുദ്ധ ഖുർആനെ വ്യാഖ്യാനിക്കാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാനം എന്നുള്ളത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ടതാണ്. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ആ വ്യാഖ്യാനം മനസ്സിലാക്കിയ ആളുകൾ വ്യാഖ്യാനിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് സഹാബത്തൊക്കെ ചില്ലറക്കാരല്ലോ. അവർ വിഷയങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞതോടാണ് ചിലർ അംഗീകരിച്ചത്. ചിലർ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബാണ് സ്വീകരിച്ചത്. ചിലർ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളുടെ മദ്ഹബാണ് സ്വീകരിച്ചത്. ചില അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ മദ്ഹബാണ് സ്വീകരിച്ചത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൻ്റെ ശേഷവും നമ്മൾ ഇമാം ഷാഫി തങ്ങളെ മദ്ഹബ് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വ്യക്തമായി പറയപ്പെടാത്തത്, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മനസ്സിലാക്കപ്പെട്ടതായ അഹ്കാമുകൾ അത് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ അതിന് പ്രാപ്തരായിരുന്നു മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങൾ, ഇമാം മാലിക് തങ്ങളെ പോലെ തന്നെ, അബൂ ഹനീഫ ഇമാം തങ്ങളെ പോലെ തന്നെ, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ പോലെ തന്നെ. അപ്പോൾ പലരും അവർക്ക് ഇഷ്ടമുള്ള നിലക്ക് മഹാന്മാരാവുന്ന അയിമ്മത്ത് വ്യാഖ്യാനിച്ച് പറഞ്ഞതനുസരിച്ചുള്ള അവരുടെ വ്യാഖ്യാനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടിട്ട് അമൽ ചെയ്തു പോന്നു. ഈ ഒരു വ്യാഖ്യാനവും അവരെ മദ്ഹബ് എന്ന് പറഞ്ഞാൽ അവർ വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും മനസ്സിലാക്കി പറഞ്ഞതല്ലാതെ വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും വ്യക്തമായി മനസ്സിലാക്കാൻ നമ്മളിൽ നിന്നുള്ള സാധാരണക്കാർക്ക് ഭാഷ അറിഞ്ഞാലും അത് സാധിക്കില്ല. അപ്പോൾ പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത ആളുകൾക്ക് മാത്രമേ അത് കഴിയുള്ളൂ. അതുകൊണ്ടാണ് മഹാനാവുന്ന ഇമാം മാലിക് തങ്ങൾ തന്നെ അവരുടെ മദ്ഹബിക്ക് അടിസ്ഥാനമായി കൊണ്ട് അവർ ഇമാം മാലിക് തങ്ങൾക്ക് ഹദീസ് അറിയാത്തതുകൊണ്ടാണ്, വിശുദ്ധ ഖുർആൻ അറിയാത്തതുകൊണ്ടോ, വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് മനസ്സിലാക്കിയതുകൊണ്ട് മൂപ്പര് പറഞ്ഞു, മൂപ്പരെ മദ്ഹബിലുള്ള അധികരിച്ച മസലകൾക്കും മൂപ്പര് ലക്ഷ്യമായി കൊണ്ട് പറഞ്ഞത് എന്താണെന്നറിയോ? ആ കഥ റഅയ്തു അഹ്ലൽ മദീനത്തി യഫ്അലൂൻ കഥ വക്കഥ. മദീനക്കാരങ്ങനെ ചെയ്തിരുന്നത്. കാരണം മൂപ്പര കാലഘട്ടത്തിലുള്ള മദീനക്കാരെന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തമമാവുന്ന നൂറ്റാണ്ടെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആളുകളാണ്. അപ്പം മദീനക്കാരാവുന്ന ആളുകൾക്കുള്ള അമല് അത് വിശുദ്ധമാവുന്ന ദീനിൽ അത് അടിസ്ഥാനമാണെന്നാണ് ഇമാം മാലിക് തങ്ങൾ പറയുന്നത്. കാരണം ആരാ ഇമാം മാലിക് തങ്ങൾ? ലാ യുസ്തഫ്ത അഹദുൻ വ മാലിക്കും ഫിൽ മദീന എന്ന മാലിക് ഇമാം അവിടെ മദീനത്തുണ്ടെങ്കിൽ വേറെ ആളോടും ഫത്വ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ പാടില്ല എന്നല്ല, ചോദിക്കേണ്ട ആവശ്യമില്ല. അതിന് പ്രത്യേക ഒരു കാരണമുണ്ട്. ഇമാം മാലിക് തങ്ങളുടെ കാലഘട്ടത്തിൽ മദീനത്തൊരു സ്ത്രീ മരിച്ചപ്പോൾ അവളെ മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ത്രീ ഈ സ്ത്രീയുടെ ഗുഹ്യസ്ഥാനം കഴുകുമ്പോൾ പറഞ്ഞു, തോലമാ അസത്ത് ഹാദിഹിൽ ഫർജ്, ഈ ഗുഹ്യസ്ഥാനം എത്രമാത്രം ദോഷം ചെയ്തിട്ടുണ്ടാവും. ഇത് പറഞ്ഞപ്പോൾ ഈ കുളിപ്പിക്കുന്ന സ്ത്രീയുടെ കൈ ഇവളെ ഗുഹ്യസ്ഥാനത്ത് ഒട്ടിപ്പിടിച്ചതാണ്. പിന്നെ വലിച്ചിട്ട് കിട്ടിയിട്ടില്ല. മദീനത്തുള്ള പല ഇമാമിങ്ങളോട് ചെന്നിട്ട് ചോദിച്ചു എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ചിലർ പറഞ്ഞ് കൈ മുറിച്ചാളി എന്ന് പറഞ്ഞു, പലരും പല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ മഹാനാവുന്ന ഇമാം മാലിക് തങ്ങളോട് ചോദിച്ചു. ഇമാം മാലിക് തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? അവൾ ഈ മരണപ്പെട്ട് കിടക്കുന്ന സ്ത്രീനെ സംബന്ധിച്ച് പെഞ്ചല് പറഞ്ഞുപോയി. ഫാലമാസത്ത് ഹാദിയിൽ ഫർജ്, ഈ ഗുഹ്യസ്ഥാനം എത്രമാത്രം ദോഷം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കുളിപ്പിക്കുന്ന പെണ്ണിനെ, ഒരു മുഅ്മിനത്താവുന്ന പെണ്ണിനെ ഒരാൾ പെഞ്ചല് പറഞ്ഞാൽ എത്ര അടി അടിക്കണം, ആ അടി അവൾ അടിക്കുമെന്ന് പറഞ്ഞു. അവളെ മേലിൽ ആ ശിക്ഷ നടപ്പിലാക്കി. ആ അടി അടിച്ച് കഴിയുമ്പോൾ അവളെ കൈ അവിടുന്ന് പുറത്തു പോകുന്നതാണ്.
അപ്പം അന്ന് മുതൽ മദീനത്ത് പറയലുണ്ട് ലാ യുസ്തഫ്ത അഹദുൻ വ മാലിക്കും ഫിൽ മദീന. മാലിക് ഇമാം മദീനത്തിലേക്ക് ആരോടും ഫത്വ ചോദിക്കേണ്ട. അത്ര വലിയ മഹാനാണ് ഇമാം മാലിക് തങ്ങൾ. അങ്ങനത്തെ ഇമാം മാലിക് തങ്ങൾ അവരെ മദ്ഹബിക്ക് അടിസ്ഥാനപരമായി പറഞ്ഞ ലക്ഷ്യങ്ങൾ എന്താണെന്നറിയും. ഹക്കദാ റഅയ്തു അഹ്ലൽ മദീനത്തി യഫ്അലൂന. അപ്പം മഹാന്മാർ വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും വ്യക്തമായി പറയപ്പെടാത്തത് ആ 3 നൂറ്റാണ്ടിലുള്ള മഹത്തുക്കളാവുന്ന അയിമ്മത്തിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത്, നബിൻ്റെ ഖുലഫാ അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇ റാഷിദീൻ. നബിൻ്റെ സുന്നത്ത് കൊണ്ട് മതിയാക്കിയില്ല. അതുകൊണ്ടുള്ള മഹാനാവുന്ന ഇമാം മാലിക് തങ്ങൾ, ഇമാം ഷാഫി തങ്ങൾ, ഇമാം അബൂ ഹനീഫ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇവരൊക്കെ ഇവരെ മദ്ഹബിനെ അടിസ്ഥാനമാക്കിയതെന്താ? ഖുലഫാഉൽ അർബഅത്തിന്റെ കാലഘട്ടത്തിലുള്ള ഈ 4 ഖലീഫമാരുടെ കാലഘട്ടത്തിലുള്ള വിധികളാണ്. അവർ അന്നത്തെ ഇമാമിങ്ങളായിരുന്നു, അവർ ഖാദിമാരായിരുന്നു, അവർ ഹാക്കിമീങ്ങളായിരുന്നു. അവരെ വിധികൾ അടിസ്ഥാനപ്പെടുത്തിയത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാന്മാരാവുന്ന സഹാബത്തിൻ്റെ അഖ്വാലുകളാണ് അവർ പരിശോധിച്ചത്. ഇവരെ വിധികളും ഇവർക്കുള്ളതായ ഫത്വകളൊക്കെയാണ് ഇമാം മാലിക് തങ്ങൾ നല്ല മദ്ഹബിൻ്റെ ഇമാമിങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയത്. അപ്പോൾ വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും വ്യാഖ്യാനിക്കുക എന്നുള്ളത് ഖുർആൻ പോലെ തന്നെയാണ് ഹദീസും എല്ലാം വ്യക്തമായി പറയപ്പെട്ടിട്ടുണ്ടാവില്ല. ചിലതൊക്കെ ഇത് മനസ്സിലാക്കപ്പെടേണ്ട പല ഹക്കാമുകളുണ്ടാവും. ഈ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവുന്ന സർവ്വ സംഭവങ്ങളും ഈ സംഭവങ്ങളിലേക്കുള്ളതായ എല്ലാ ഹുക്മുകളും വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഉണ്ടല്ലോ. അത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടിട്ട് അത് എന്താക്കണം നമുക്ക് പറഞ്ഞു തരണം. അവരോട് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. അതാണ് ഫസ്അലൂ അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. അപ്പം ആ നിലക്ക് മഹാന്മാരാവുന്നതായ അയിമ്മത്ത് മശായിഖന്മാർ അവരിവിടെ സംവിധാനിച്ചതായ ഒരു സംവിധാനമുണ്ട് ഇവിടെ. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും പഠിപ്പിച്ചു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ, വിശുദ്ധ ഖുർആൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ. അപ്പം അതാണ് ആ സംവിധാനം അനുസരിച്ചാണ് വിശുദ്ധ ദീനിനെ മനസ്സിലാക്കേണ്ടത്. ഇതാണ് സുന്നികളാവുന്നത് നമ്മൾ പറയുന്നത്. ആ സംവിധാനം അനുസരിച്ച് മാത്രമേ വിശുദ്ധ ദീനിനെ മനസ്സിലാക്കാൻ പറ്റൂ. ഈ സംവിധാനങ്ങളനുസരിച്ച് മനസ്സിലാക്കിയതായ ആശയാദർശങ്ങളാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ. ഈ ആശയാദർശങ്ങൾ അത് ഖിയാമത്ത് നാൾ വരെ, അല്ലെങ്കിൽ ഈ ദീൻ ഇവിടെ നിലനിൽക്കേണ്ട കാലം വരെ ഈ ആശയാദർശങ്ങളെ സംരക്ഷിക്കപ്പെടണം. ആ ആശയാദർശങ്ങളിൽ ഏതെങ്കിലും നിലക്കുള്ളതായ മുള്ളിലോ അതിലേക്ക് ഏതെങ്കിലും നിലക്കുള്ളതായ വെള്ളം ചേർക്കലോ ഇവിടെ ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ ഉണ്ടാവുമെന്ന് മനസ്സിലായപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്ക് അന്ന് ജീവിച്ചിരുന്ന മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാവുന്ന നേതാക്കന്മാർ അവരതിലേക്ക് നൽകി, അവരതിലേക്ക് ശീലം നൽകി. എന്തുകൊണ്ട്? ഓരോ കാലഘട്ടത്തിലും വിമർശനങ്ങളുണ്ടാവും, ആക്ഷേപങ്ങളുണ്ടാവും, അധിക്ഷേപങ്ങളുണ്ടാവും. അത് മുൻകഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ മഹാന്മാരാവുന്ന ഒരു ഇമാമിങ്ങളോ ഒരു ഇമാം മതിയായിരുന്നു. ഒരു ഇമാമിൻ്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വലിയൊരു പണ്ഡിതൻ മതിയായിരുന്നു. പിന്നീട് കാലങ്ങൾ ഇങ്ങനെ പിന്നിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ലേ, ഓരോ ഇന്നലത്തെ ദിവസത്തിനേക്കാൾ മോശമായിരിക്കും ഇന്നത്തെ ദിവസം. എന്താ ഇന്നലത്തെ ദിവസത്തിനേക്കാൾ അഖല്ലു ഇൽമുനെ കുറഞ്ഞ ദിവസമായിരിക്കുന്നത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇൽമു കുറഞ്ഞതായ ആളുകളായി. അങ്ങനെ ഇൽമില്ലാതെ ഇൽമ് തീരെ ഇല്ലാത്ത ആളുകൾ ഫത്വ കൊടുക്കുന്നതായ ഒരു കാലഘട്ടം വരുന്നതല്ലേ. ഫഅഫ്തൗബി ഗൈരി ഇൽം, അറിവില്ലാത്തവർക്ക് ഫത്വ കൊടുക്കുന്നതായ ഒരു കാലഘട്ടം വരും. മസാലകളെ പറ്റി അതിൻ്റെ യാഥാർത്ഥ്യത്തിനെ പറ്റി മനസ്സിലാക്കാതെ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ ഫത്വ കൊടുക്കുന്നതായ ഒരു കാലഘട്ടം ഇവിടെ വരുമെന്ന്. ആ കാലഘട്ടം വരുമ്പോൾ പേടിച്ചോളിക്കണമെന്നാണ്. അതായത് ദീനിന് അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ നിന്ന് അതിനെ മാറ്റിമറിക്കപ്പെടും. ആ തെരിതൽ അമത്തു റബ്ബത്തഹ എന്ന് പറഞ്ഞല്ലോ. അതായത് എല്ലാത്തിനും ഇവിടെ ദീനിന് അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ നിന്നിട്ട് വിട്ടുമാറുക എന്നാണ് ആ പറഞ്ഞിട്ടാണ്. ദീൻ അതിൻ്റെ യഥാർത്ഥ സ്വഭാവങ്ങളുണ്ടാവും. ആ യഥാർത്ഥ സ്വഭാവം അല്ലാത്ത നിലക്ക് അതിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുക. എന്നിട്ട് ഇതാണ് ശരീരത്തിൽ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുക.
ഇങ്ങനത്തെ കാലഘട്ടം ഇവിടെ ഉണ്ടായി, ഇവിടെ വന്നു. വിശുദ്ധമാവുന്ന ദീൻ്റെ ഈ സുന്ദരമായ ആശയങ്ങളിലേക്ക് പലരും വെള്ളം ചേർക്കാനും അതിനെ വിള്ളലേൽപ്പിക്കാനൊക്കെ തുടങ്ങി. അപ്പോഴാണ് അന്ന് ജീവിച്ചിരുന്ന 100 കൊല്ലത്തിൻ്റെ മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന മഹാന്മാരാവുന്നതായ അയിമ്മത്ത് മശായിഖന്മാർ അവർ ഒരു സംഘടന വേണമെന്ന് അവർ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുപോലുള്ള സംഘടനയൊക്കെ അവരെന്തായി രൂപപ്പെടുത്തി. അപ്പം ഇത് നമുക്കുള്ള ഒരു പ്രത്യേകമാവുന്ന റൂട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്നുള്ളത് ഈ റൂട്ടിൻ്റെ നിന്ന് അണുമണി തൂക്കം വ്യതിചലിക്കാൻ പാടുള്ളതല്ല. കാരണം വിശുദ്ധമാവുന്ന ഒരു പാരമ്പര്യം, മഹാന്മാരാവുന്ന ഏതെങ്കിലും ആളുകളുടെ വാക്കുകളല്ല നമ്മൾ സ്വീകരിക്കുന്നത്, മനസ്സിലാക്കണം. ഇപ്പം മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങൾ അവരുടെ ഹദീസ് റിവായത്ത് ചെയ്യുമ്പോൾ അവരിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തുന്നതായ ആ ഉസ്താദന്മാരുടെ ശൃംഖല നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിന് ഇമാം ബുഖാരി തങ്ങളെ ഉസ്താദ്, ഉസ്താദിൻ്റെ ഉസ്താദ്, ഉസ്താദിൻ്റെ ഉസ്താദ്, അങ്ങനെ സഹാബത്തിലേക്ക് എത്തി റസൂലിലേക്ക് എത്തുമ്പോൾ ആ പണ്ഡിതന്മാരെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവരെ ചരിത്രം ഒരാൾ മാത്രമല്ല രേഖപ്പെടുത്തുന്നത്. ആയിരക്കണക്കിന് ആളുകൾ ചരിത്രം രേഖപ്പെടുത്തുകയാണ്. അവർ ചരിത്രം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഊഹാപോഹങ്ങളല്ല, വളരെ വ്യക്തമായ നിലക്കുള്ളതായ ആധികാരികമായി അവരെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഇയാൾ തള്ളൻ്റെവനാണോ കൊള്ളേണ്ടവനാണോ എന്ന്. ഇയാൾ തള്ളൻ്റെവനാണെങ്കിൽ അയാളെ റിപ്പോർട്ട് നമ്മൾ സ്വീകരിക്കില്ല. അപ്പം ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ ജനിക്കപ്പെട്ടോടെ മുതൽ മരണം വരെയുള്ളതായ ജീവിതത്തിലുള്ള ഓരോ നിമിഷങ്ങളും ഒപ്പിയെടുത്തുകൊണ്ടുള്ള ചരിത്രങ്ങളാണ് രേഖപ്പെടുത്തപ്പെട്ടുള്ളത്. ഇത്രമാത്രം ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആശയാദർശങ്ങളെ സംരക്ഷിക്കപ്പെട്ടതായ ഒരു മതം ഇവിടെ ഏതാണ്? അതിൻ്റെ ആ പാരമ്പര്യം പരിശോധിച്ച് നോക്കുമ്പോൾ, ആ ശൃംഖല പരിശോധിച്ച് നോക്കുമ്പോൾ അതിന് ഏതെങ്കിലും നിലക്കുള്ളതായ ഒരു കറാഹത്തോ അല്ലെങ്കിൽ ഒരു ഖിലാഫുൽ ഔലയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഗീറത്തോ ചെയ്തതായ ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൊള്ളു പറയുന്ന ഒരാളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ആളുണ്ടെങ്കിൽ അവരുടെ റിപ്പോർട്ട് തള്ളുകയാണ് ചെയ്യണത്. അപ്പോൾ വളരെ വിശുദ്ധമായ പരമ്പരയിൽ കൂടി ലഭിക്കപ്പെട്ടതാണ് ഈ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളൊക്കെ. അപ്പോൾ ഇത് ഇവിടെ സംരക്ഷിക്കപ്പെടണം. ഇതിൻ്റെ സംരക്ഷണമാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരിൽ മുമ്പ് ഇതിൻ്റെ ആവിർഭാവ കാലഘട്ടത്തിൽ തന്നെ അതിനെതിരുള്ളതായ പിന്നെ പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടുന്ന് രൂപീകരിക്കപ്പെടുമ്പോൾ പ്രത്യേകമാവുന്നതായ ചില ഈ പ്രസ്ഥാനങ്ങളുടെ കടന്നുകയറ്റം ഇവിടെ അതിക്രമിച്ചപ്പോഴാണ് വിശുദ്ധമാവുന്ന ദീൻ്റെ തനതായ രൂപം ഇവിടെ നഷ്ടപ്പെടുന്നു, പേടിക്കപ്പെട്ടു. അപ്പോഴാണ് ഈ സംഘടന തന്നെ ഇവിടെ രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ അവർക്കത് ഇഷ്ടമുണ്ടാവില്ല, അവരതിനെ എതിർത്തിട്ടുണ്ടാവും. അങ്ങനെ ഓരോ കാലഘട്ടം നമ്മൾ പരിശോധിച്ച് നോക്കിയാലും ആ കാലഘട്ടത്തിലൊക്കെ ഈ വിശുദ്ധമാവുന്ന ആശയത്തിനെ എതിർക്കാനും അതിനെ പരിഹസിക്കാനും അതിനെതിരിൽ ശബ്ദിക്കുകയും ചെയ്തതായ സംഘടനകളും പ്രസ്ഥാനങ്ങളും വ്യക്തികളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ പ്രതിരോധിച്ചു കൊണ്ടിട്ട് വളരെ ശക്തമായ നിലക്ക് ഈ സംഘടന ഇവിടെ നിലനിന്നു, ഇന്നേ വരെ നിലനിന്നു. ഇത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കും, യാതൊരു സംശയമില്ല. ഏതെങ്കിലും ഒരു ശക്തിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നിലനിൽക്കും പോർവലിപ്പിക്കാൻ ഒരു കാലഘട്ടത്തിലും സാധ്യമല്ല. ആ നിൽക്കുന്നതായ വളരെ ശക്തമായി നിലനിൽക്കുന്നതായ ഒരു സംഘടനയാണ് മഹാന്മാരാവുന്ന അയിമ്മത്ത് മശായിഖന്മാരുടെ പ്രത്യേകമാവുന്ന മതതും അവരുടെ പ്രത്യേക നോട്ടൊക്കെ ഈ സംഘടനയുടെ പേരുണ്ട്. ഇതിന് ആര് നേതൃത്വം നൽകിയാലും, ഇതിന് നേതൃത്വം നൽകുന്ന ആളുകളുടെ പവറൊന്നുമല്ല. ആര് നേതൃത്വം നൽകിയാലും ഇതിനെ സ്ഥാപിച്ചതായ മഹത്തുക്കളാവുന്ന അയിമ്മത്ത് അവർക്കുള്ള ബന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചെന്നുമുട്ടുന്നതായ ബന്ധമാണ്. അപ്പോൾ വിശുദ്ധമാവുന്ന ഒരു ശൃംഖലയാണ് നമ്മളെ കൈവശമുള്ളത്. ആ ശൃംഖലയിൽ കൂടിയാണ് നമ്മളെ കയ്യിൽ അത് എത്തിയിട്ടുള്ളത്. ആ ശൃംഖല അത് സിൽസിലത്തുൽ ദഹബ്, സ്വർണത്തിൻ്റെ ശൃംഖലയാണ്. ഹദീസിൽ തന്നെ ചില റിപ്പോർട്ടർമാർ മുഖേന ഉണ്ടാകുന്ന ശൃംഖലിനെ പറ്റി പറയും, അത് സിൽസിലത്തുൽ ദഹബ് എന്ന്. മഹാനാവുന്ന ഇമാം മാലിക് തങ്ങൾ മാലിക്കുൽ അന്നാഫീദ് അൻ അബ്ദുല്ലാഹി ബിൻ ഉമർ എന്ന് പറഞ്ഞാൽ ആ ശൃംഖല ഉണ്ടല്ലോ. ഇമാം മാലിക് തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉസ്താദാവുന്ന നാഫി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിൻ്റെ ഉസ്താദാവുന്ന അബ്ദുല്ലാഹി ബിൻ ഉമർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന്
റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആ ശൃംഖലയെ സംബന്ധിച്ച് പറയൽ സിൽസിലത്തു ദഹബ്, സ്വർണത്തിൻ്റെ ശൃംഖല. അപ്പം ഇത് ഒരു വളരെ വിശുദ്ധമാവുന്ന സ്വർണത്തിൻ്റെ ശൃംഖല. ആ ശൃംഖലയിൽ കൂടിയാണ് നമുക്കൊക്കെ നമ്മുടെ ഉസ്താദന്മാർ, നമ്മളെ ഉസ്താദിൻ്റെ ഉസ്താദ് മുതൽ മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങൾ മുതൽ അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് എത്തുന്നതായ ശൃംഖലകൾ നമ്മളെ കൈവശം ഉണ്ടല്ലോ. നമ്മളെന്തിനാ അത് സൂക്ഷിക്കണം? നമുക്ക് മഹാന്മാരാവുന്ന നമ്മളെ അസാധ്യത്തിൻ്റെ തരീഖുകൾ, അവർക്കുള്ളതായ ആ സനദുകൾ നമ്മളെ കൈവശത്തിന് വേണ്ടിയിട്ടാണ്. അതിലുള്ള ഓരോ ആളുകളെയും നമുക്ക് പരിശോധിക്കാം. നമ്മളെ മഹാന്മാരാവുന്ന നമ്മുടെ മശായിഖന്മാരുടെ ആ ശൃംഖലകളിൽ നിന്നുള്ള ഓരോ വ്യക്തിയെ പറ്റി നിങ്ങൾക്ക് പരിശോധിക്കാം. അവരെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടതാണ്. അത് വളരെ വിശുദ്ധമായ ചരിത്രങ്ങളായിരുന്നു. അങ്ങനത്തെ മഹാന്മാരിൽ നിന്നിട്ടാണ് നമുക്ക് ഈ വിശുദ്ധമാവുന്ന ദീൻ നമ്മളെ കയ്യിലെത്തിപ്പെട്ടിട്ടുള്ളത്. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ മഹത്തുക്കളാവുന്ന മശായിഖന്മാർ അവരിലേക്ക് എത്തുന്നതായ ഒരു വിശുദ്ധമാവുന്ന ഒരു സ്വർണത്തിൻ്റെ ഒരു ശൃംഖല നമ്മളെ കൈവശം. അപ്പോൾ ആ ഒരു ശൃംഖലയിൽ കൂടിയാണ് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ അവിടെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, വിശുദ്ധമാവുന്ന ദീനിനെ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതൊക്കെ. അപ്പം അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ വിശുദ്ധമാവുന്ന ദീൻ, ആ ദീൻ ഇവിടെ സംരക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിനേക്ക് മഹത്താവുന്ന വളരെ വിശുദ്ധമായ ശക്തമായ ഒരു സംഘടന എനിക്ക് ആവശ്യം. ആ സംഘടനയുടെ കീഴിൽ നമ്മൾ അണിനിരന്തം കൊണ്ടിട്ട്, ആ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിട്ട്, ആ സംഘടനയാവണം നമുക്ക് ആഖിറത്തിലേക്കുള്ളൊരു പാലം കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ എപ്പോഴും പറയലുണ്ട്, നീ കൂടിയാൽ നിങ്ങൾക്ക് വേറെ ഭൗതികമായ ഒരു സംഘടനയിൽ സമ്പാദിക്കാൻ പറ്റില്ല. ഇത് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി കൂടേണ്ട ഒന്നല്ല. ഇത് ഉഖ്റവിയാവുന്ന നേട്ടങ്ങൾക്ക് വേണ്ടി കൂടേണ്ട ഒരു സംഘടനയാണെന്ന്. ഉഖ്റവിയ നമുക്ക് മരണത്തിനെ പറ്റി, മരണാന്തര ജീവിതത്തിനെ പറ്റി വിശ്വസിക്കുന്നവരല്ലേ. മരിച്ചതോടുകൂടി കഴിഞ്ഞിട്ടില്ല. മരണം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യക്കാലും ഇന്താരില്ല ദാരിൽ ഉഖ്റാന്ന, ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് മാറി താമസിക്കുകയാണ്. അങ്ങനെ മാറി താമസിക്കുമ്പോൾ അതിനെ തുടർന്നുണ്ടാവുന്ന പല സംഭവങ്ങളും, പുനർജന്മം, അങ്ങനെ സ്വർഗം നരകം, പല കാര്യങ്ങളും ഇതിന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അപ്പം നമുക്ക് ആഖിറ രക്ഷപ്പെടണം. ആഖിറ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അത് രക്ഷപ്പെടുത്താൻ പറ്റിയതായ മഹാന്മാരാവുന്ന അയിമ്മത്ത് മശായിഖന്മാരോടുള്ള ബന്ധം നമുക്കുണ്ടാവണം. അതല്ലേ 70,000 ആളുകൾ സ്വർഗത്തിൻ്റെ വാതിൽക്കൽ വന്ന് നോക്കുന്നല്ലേ. ലാ യദ്ഖുലു അവ്വലുഹും ഹത്താ യദ്ഖുല ആഖിറുഹും. ആദ്യം വന്നവർ കടന്നിട്ടേ അവസാനത്തോൽ കടക്കുള്ളൂ. തരീഖത്തിൻ്റെ മശായിഖന്മാരെ പറ്റി, ഈ ശൃംഖലിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നമ്മുടെയൊക്കെ ഈ ശൃംഖല എവിടെ ചെന്നെത്തിന് മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങളവിടെ ഉണ്ടാവും, ഇമാം മാലിക് തങ്ങളവിടെ ഉണ്ടാവും. അവരോട് ബന്ധപ്പെട്ട ആളുകളെ സ്വർഗത്തിലേക്ക് കടത്താൻ വേണ്ടിയിട്ട് അവരെ ശഫാഅത്തുണ്ടാവും. ആ ശഫാഅത്തോടു കൂടിയായിരിക്കും ചിലപ്പോൾ പ്രവേശിക്കപ്പെടുക. അപ്പോൾ ഭൗതികമാവുന്ന ഒരു നേട്ടം ഈ കൂടിയാൽ ആർക്കും ഉണ്ടാവില്ല. പിന്നെ ദുന്യാവെന്ന് കിട്ടണ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ, മരിച്ചു പോയാൽ ചിലപ്പോൾ ഒരു ദുആയൊക്കെ കിട്ടും, അല്ലെങ്കിൽ ഒരു മയ്യിത്ത് കിട്ടും. മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി ഒരു അഭ്യർത്ഥനയൊക്കെ അതിനനുസരിച്ചൊക്കെ ഓരോരുത്തർക്കും ഉണ്ടാവും. അന്നിൽക്ക് ആൾ കൂടി മയ്യിത്ത് നിസ്കരിക്കും. മരിച്ചതിന് ശേഷം ഒരു ദുആ ഉണ്ടാവും. ആ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർ ആഖിറത്തിലേക്ക് ആവശ്യമാവുന്നതായ ഗുണങ്ങളൊക്കെ അവർക്ക് ലഭിക്കപ്പെടാൻ വേണ്ടി ദുആ ചെയ്യും. ആഖിറത്തിൽ അതിനെ തുടർന്നുള്ള മറ്റുള്ള കാര്യങ്ങൾ ലഭിക്കപ്പെടാൻ സാധ്യമാകുന്ന നിലക്കുള്ള മഹാന്മാരോടുള്ള ബന്ധം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടും. ഇത് മാത്രമേ ഇത് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഭൗതികമാവുന്ന താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല നമ്മളൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നിൽ അടിയെഴുതുന്നുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് നമ്മൾ പ്രവർത്തിക്കുന്നതും ഭൗതികമായ താല്പര്യങ്ങളൊക്കെ വേറെ, അതിന് വേണ്ടി ദിപ്പിച്ചു തരുന്നതിലൊക്കെ നമുക്ക് ഭൗതികമായ സൗകര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം. അത് പ്രവർത്തിക്കാൻ പാടില്ല എന്നിപ്പോൾ നമ്മൾ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഭൗതികമാവുന്ന സൗകര്യങ്ങൾ എന്തെല്ലാം ആവശ്യമുള്ളവരുണ്ടോ അതിന് ഭൗതികമായ ഏതെല്ലാം സംഘടനകളും മറ്റുണ്ടോ അതിലൊക്കെ പ്രവർത്തിച്ചോ. അതൊന്ന് വേറെയാണ്. ഇത് ആഖിറത്തിലേക്കുള്ള ഒരു പാലമാണ്. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നമുക്ക് എല്ലാത്തിനേക്കാളും ഒന്നായിക്കൊണ്ട് നമ്മൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ കാണണം. അതിൻ്റെ ആശയ ആദർശങ്ങളെ ആ നിലക്ക് നമ്മൾ മാനിക്കണം. അതിൻ്റെ വിശ്വാസങ്ങളെ ആ നിലക്ക് നമ്മൾ മാനിക്കണം. അതിൻ്റെ ആചാരങ്ങളെ ആ നിലക്ക് നമ്മൾ കാണണം. അതുകൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം
ഈ പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ അണിനിരന്നും കൊണ്ടിട്ട്, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിട്ട്, ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ഉപസംഘടനകളും 14ഓളം ഉപസംഘടനകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ സംഘടനകൾക്കൊക്കെ നമ്മൾ ശക്തി പകർന്നുകൊണ്ടിട്ട് ഇഖ്ലാസോട് കൂടി മാത്രം പ്രവർത്തിക്കുക, എന്നാലേ കാര്യമുള്ളൂ. ഇഖ്ലാസ് ഇല്ലാത്ത എല്ലാ പ്രവർത്തനങ്ങളും അത് തള്ളപ്പെടും, ഒരു കാര്യം ഉണ്ടാവില്ല. ഇഖ്ലാസോടുകൂടി പ്രവർത്തിച്ചാൽ ആ പ്രവർത്തനത്തിൻ്റെ ഗുണങ്ങൾ നാളെ ആഖിറത്തിൽ കാണപ്പെടും. അങ്ങനെയല്ലേ? അൽ അഅ്മാലു സുവറുൽ ഖായിമ എന്നാണ്. പ്രവർത്തനങ്ങൾ എന്നുള്ളത് കാണപ്പെടുന്ന ചില രൂപങ്ങൾ മാത്രം. റൂഹ അൽ ഇഖ്ലാസ്, ഇഖ്ലാസാണ് അതിൻ്റെ ആത്മാവ്. അപ്പോൾ ഇഖ്ലാസോട് കൂടി ഭൗതികമാവുന്ന ഒരു താല്പര്യം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടുള്ളതല്ല. ആരെങ്കിലും ഭാഗത്തിൽ നിന്ന് എന്തെങ്കിലും പ്രശംസ പറ്റാൻ വേണ്ടിയിട്ട് ഇതിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. എന്തെങ്കിലും നിലക്കുള്ള ഫിത്നക്ക് വേണ്ടി ഇതിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ഇഖ്ലാസോട് കൂടി ആഖിറം രക്ഷപ്പെടണം. ദീനിനവിടെ നമ്മൾ പ്രവർത്തിക്കണം. ദീനാണ് നമ്മൾക്കുള്ള ഏറ്റവും വലിയ ലക്ഷ്യം. ആ ദീനിന് വേണ്ടി പ്രവർത്തിച്ച് മുഅ്മിനീങ്ങളായിക്കൊണ്ട് ജീവിച്ച് മുഅ്മിനീങ്ങളായിക്കൊണ്ട് മരിക്കണം. അതിനു വേണ്ടി മാത്രം ഇതുപോലുള്ള സംഘടനകളിലൊക്കെ നമുക്ക് പ്രവർത്തിക്കാം. അത് ആ നിലക്കാവണം നമ്മളെ പ്രവർത്തനം. അത് ഇഖ്ലാസോട് കൂടി നല്ല നീയത്തോടു കൂടി ആവണം. ആ നിലക്ക് സമസ്ത കേരള ജമിയത്തുൽക്കും അതിൻ്റെ പോഷക സംഘടനകൾക്കും വേണ്ടി പ്രവർത്തിക്കാനും അതിനടിനിരക്കാനും അള്ളാഹു അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെയുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകട്ടെ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക സംഘടനകളിൽപ്പെട്ട ഒരു സംഘടനയാണ് SKSF. ആ SKSFിൻ്റെ പ്രവർത്തകർ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ ഇതുപോലുള്ള പല പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് നിങ്ങൾ ശക്തമായിട്ട് അവർക്ക് എല്ലാ തരത്തിലുള്ള ശക്തികൾ പകരണം. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. SKSFിന് മാത്രമല്ല, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരുപാട് പോഷക സംഘടനയുണ്ട്. ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡുണ്ട്, സുജീവ സംഘമുണ്ട്, പിന്നെ ജമിയത്തുൽ മുഅല്ലിമീനുണ്ട്. അങ്ങനെ തുടങ്ങിയ ഒരുപാട് SMF ഉണ്ട്. ഇതിക്കൊക്കെ നമ്മൾ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുക. ഇതിൻ്റെ പ്രവർത്തനത്തിലൊന്നും ഒരു നിലക്കുള്ളതായ എന്തെങ്കിലും നിലക്കുള്ള ഭൗതിക താല്പര്യങ്ങളോ മറ്റോ ഉണ്ടായിക്കൊണ്ട് പ്രവർത്തിക്കരുത്. അങ്ങനെ പ്രവർത്തിച്ചാൽ അത് ആഖിറത്തിൽ അത് ഹസനാത്തിൻ്റെ തുലാസിൽ നോക്കിയാൽ തൂക്കപ്പെടുന്ന ഒരു സാധനമായിക്കൊണ്ട് ഉണ്ടാവില്ല. റിക്കാർഡിലും കാണില്ല. നമ്മളെ റിക്കാർഡിൽ കാണുന്നില്ല. ഹസനാത്ത് രേഖപ്പെടുത്തിയ റിക്കാർഡിൽ ഇതൊക്കെ കാണപ്പെടണമെന്നുണ്ടെങ്കിൽ അത് ഇഖ്ലാസോട് കൂടി മാത്രം പ്രവർത്തിക്കണം. അല്ലാതെ പ്രവർത്തിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, അതിനുള്ള ഗുണം ഉണ്ടാവും. ഒമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി. അങ്ങനെ റസൂലുള്ളാഹിൻ്റെ അള്ളാഹിൻ്റെ റസൂലിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പോക്കുന്നുണ്ടെങ്കിൽ ആ നിലക്ക്, വേറെ ഉദ്ദേശങ്ങളാണെങ്കിൽ ആ നിലക്ക്. ഇപ്പോൾ മദീനത്തേക്ക് പലരും ഹിജ്റ പോയി. ചിലർ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹിൻ്റെ റസൂലിനെ ഉദ്ദേശിച്ചുകൊണ്ട് പോയി, അവർക്ക് അതിൻ്റെ ഗുണം കിട്ടി. വേറെ ചിലർ വേറെ ഉദ്ദേശം വെച്ച് പോയി, അവർക്ക് അതിൻ്റെ ഗുണം കിട്ടി. അപ്പോൾ എന്താ ഉദ്ദേശം? ഉദ്ദേശിച്ചതൊക്കെ കിട്ടില്ല എന്നല്ല പറയണത്. പക്ഷേ ഉദ്ദേശം നന്നാവണം എന്നാണ് പറയണത്. അതിൻ്റെ മാർഗവും അതിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ നന്നാവണം. അപ്പോൾ ആ നിലക്ക് പ്രവർത്തിക്കണം എന്നാണ്. അതിന് ഇഖ്ലാസ് ഉണ്ടാവണം. അപ്പോൾ ഇഖ്ലാസോട് കൂടി സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി പ്രവർത്തിക്കുക. സമുദായത്തിലും നമ്മളിലൊക്കെ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ആരും ശ്രമിക്കരുത്. അതൊരു നല്ല സംഗതിയല്ല. അപ്പോൾ ഭിന്നിപ്പിലൊന്നും ആരും ശ്രമിക്കാതെ, മനസ്സിലായോ? അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്തായിക്കള കുറ്റം പറഞ്ഞു കൊണ്ടിട്ട് പരസ്പരം ഭിന്നത ഉണ്ടാക്കി ആകെ നമ്മൾ കുറച്ച് ആൾക്കാരുള്ളൂ. എന്നിട്ട് ഇപ്പോൾ ഈ ലോകത്ത് മുസ്ലിങ്ങൾ, നമ്മൾ മുസ്ലിം ലോകം കണ്ടില്ലേ, പലയാതി ബുദ്ധിമുട്ടുകളും നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ഫലസ്തീനിലൊന്ന് വേറെ, വേറെ സ്ഥലത്തൊന്ന് വേറെ, ഇങ്ങനെ എല്ലാ നിലക്കും നമ്മളെ എതിർക്കപ്പെടാനും നമ്മളെ ഉപദ്രവിക്കപ്പെടാനൊക്കെ പല നിലക്കും നമ്മൾ അതിനൊക്കെ നമ്മൾ അതിനുള്ളൊരു ഒരു അങ്ങനത്തെ ഒരു വിഭാഗമായിക്കൊണ്ട് നമ്മളെ ചിത്രീകരിക്കപ്പെടുകയാണ്. അപ്പോൾ ഒരു മുസ്ലിം എന്തെങ്കിലും സംഗതി ചെയ്താൽ അതാണ് അതിനുള്ളതായ കുറ്റങ്ങൾ നോക്കി അടക്കുക. അപ്പം അങ്ങനെ നമ്മളെല്ലാ നിലക്കും ഇല്ലാതെയാക്കാനോ അല്ലെങ്കിൽ വിമർശിക്കപ്പെടാനോ പരിഹസിക്കപ്പെടാനോ ആക്ഷേപിക്കപ്പെടാനോ ഒക്കെ ഒരു വിഭാഗം ആളുകൾ ഇവിടെ ശ്രമിക്കുന്നുണ്ടാവും. അങ്ങനെ നമ്മളുടെ വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ടാവും, ഐക്യം നഷ്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ടാവും. ഇതിലൊന്നും നമ്മൾ പെട്ടുപോകരുത്, അതാ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ രാജ്യത്തിലെ മതസൗഹാർദ്ദം അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. മനുഷ്യന്മാർ തമ്മിലുള്ള സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കണം. ഓരോ മതത്തിലുള്ള ആളുകൾ ആ മതത്തിലുള്ള ആളുകളുമായുള്ളതായ ഓരോ മതത്തിലുള്ളവർക്ക് ഉണ്ടാവേണ്ട ഒരു സൗഹാർദ്ദങ്ങളുണ്ട് പരസ്പരം.
മറ്റ് മതസ്ഥരുമായി ഉണ്ടാവേണ്ട സൗഹാർദ്ദങ്ങളുണ്ട്, മതമില്ലാത്തവരുമായി ഉണ്ടാവേണ്ട സൗഹാർദ്ദങ്ങളുണ്ട്, മനുഷ്യരെന്നുള്ള നിലക്കുണ്ടാവേണ്ട സൗഹാർദ്ദം. ഇവിടെ മൃഗങ്ങളോട് സൗഹാർദ്ദം വേണ്ടേ? ഇവിടുത്തെ അള്ളാഹുവിൻ്റെ എല്ലാ മഖ്ലൂഖാത്തിനോടും ചില ഹുക്കൂക്കുകൾ നമുക്കുണ്ട്. ഈ ഹുക്കൂക്കുകളൊക്കെ പാലിച്ചുകൊണ്ടാണ് അവിടെ നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് സമയങ്ങളൊക്കെ ആവശ്യമില്ലാത്ത വാട്സപ്പിലോ അല്ലെങ്കിൽ മറ്റു പോലത്തെ സംഗതിയിലോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഗീബത്തും നമീമത്തൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് ഓരോ ആളുകളെ കൊണ്ടും ഇല്ലാത്തത് പറഞ്ഞ് എന്നിട്ട് അതിൽ ആസ്വദിച്ചു കൊണ്ടിട്ട് ഏത് സമയത്തും ഇതിലായിക്കൊണ്ട് സമയം നമ്മൾ പിന്നെന്താക്കുക കഴിച്ചു കൂട്ടാൻ ശ്രമിക്കരുത്. ആകെ ഫോണൊക്കെ എന്ന് പറഞ്ഞാൽ ഇജാതി ഒന്നും ഉണ്ടായാലും മതി, ഇതിൻ്റെ അപ്പുറം വേറൊരു ആവശ്യമില്ല. ഇതിനേക്കാൾ വലുതുണ്ടായിക്കാണെങ്കിൽ സമയമൊന്നും എനിക്ക് ഇബാദത്തിന് സമയം കിട്ടൂല, എനിക്ക് ഖുർആൻ ഓതാൻ സമയം കിട്ടൂല, എനിക്ക് നല്ലത് ചെയ്യാൻ സമയം കിട്ടൂല. ഇത് ഈ കാണുന്നതൊക്കെ ഇത് നല്ലതായി മനസ്സിലാക്കും. അപ്പം ഇത് ഈ വലിയ സാധനം കൊണ്ടു നടക്കാതിരിക്കുകയാണ് നല്ലത്. മനസ്സിലായി? കൊണ്ടു നടക്കണമല്ലോ കൊണ്ടു നടന്നു വന്നാൽ കൊണ്ടു നടക്കണ്ടല്ലോ എന്താ പറഞ്ഞത്. കൊണ്ടു നടന്നാൽ പിന്നെ അതുമായിട്ട് മെനക്കണം, അതിനായിട്ടായിരിക്കും നമ്മളെ സമയം ഇവം. അപ്പോൾ നന്മയൊന്നും ഇവിടെ ചെയ്യാൻ കഴിയില്ല, ഒരു നന്മയും ചെയ്യാൻ കഴിയില്ല. നീ നന്മ ചെയ്യുകയാണെങ്കിലും മനസ്സിലാക്കി ചെയ്യണമെന്നല്ല ഈ കാരം. ഇപ്പം തന്നെ മറ്റേ നോക്കി കാണണം എന്നാണ് ഈ കാരം. നിസ്കരിച്ചപ്പോഴൊരു സുഖം ഉണ്ടാവില്ല, ഇഖ്ലാസോട് കൂടി ഇകരിച്ചാൽ കഴിയൂല, നല്ല ഈയത്തോടുകൂടി ഇകരിച്ചാൽ കഴിയൂല, ഒന്നും ഉണ്ടാവില്ല, ശ്രദ്ധ മുഴുവൻ വേറെ ഉള്ളിലായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് ഒഴിഞ്ഞിക്കുക നമ്മൾ. മനസ്സിലായില്ലേ? ഇതിപ്പോൾ ഈ വാട്സപ്പിലൊക്കെ ഏതോ ഒരുത്തൻ എന്തെങ്കിലും അവൻ്റെ തരിയിൽ ഉദിക്കണമെന്ന് എഴുതി വിടുകയാണേക്കാറും. എന്നിട്ട് ഇത് വലിയ സംഭവമാക്കിയല്ലേ നമ്മൾ. ഒരു സംഭവമാക്കിയിട്ട് നന്നായിട്ട് ലോകൊട്ടാകണം ആകാശം ഇടിഞ്ഞ് വിടുക എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക. പണ്ഡിതന്മാരെ പരിഹസിക്കാതിരിക്കുക, പണ്ഡിതന്മാരെ ആക്ഷേപിക്കാതിരിക്കുക. ആക്ഷേപങ്ങളും വിമർശനങ്ങൾക്കൊക്കെ അതിൻ്റേതായ ഒരു ശൈലിയുണ്ട്. മനസ്സിലായില്ലേ? മാന്യത വിട്ടുപോകരുത്. അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണത് നല്ലതാണെന്ന് മാത്രം ഉണർത്തിക്കൊണ്ടിട്ട് അത് എല്ലാവരോടും ആ നിൽക്കണമെന്ന് നമ്മുടെ ആളുകളോടൊക്കെ ഉപദേശിച്ചു കൊണ്ടിട്ടും ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.